ഹായ് ഫ്രണ്ട്സ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 തസ്തികയുടെ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണല്ലോ. അതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2019 ജനുവരി 30 വരെയാണ്. ഈ വർഷം മധ്യത്തോടെ അതിൻ്റെ പരീക്ഷ നടക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിൻ്റെ സിലബസ് അനുസരിച്ച് പഠിക്കുന്നതോടൊപ്പം മുൻ വർഷങ്ങളിൽ ഈ VO പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നാം മനസ്സിലാക്കേണ്ടതാണ്. ഇന്നിവിടെ ഞാൻ ജനറൽ വിഭാഗത്തിലുള്ള വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയുടെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. ഒരുപക്ഷെ പലതും നിങ്ങൾക്ക് അറിയാമെങ്കിലും 10 മിനിറ്റ് ഇത് കേൾക്കുവാൻ തയ്യാറായാൽ VO പോലുള്ള 10ാം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ചോദ്യം 1. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏത്? ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏത്? ഉത്തരം റാഡ്ക്ലിഫ് ലൈൻ. റാഡ്ക്ലിഫ് ലൈനാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ. ചോദ്യം 2. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തി. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തി തമിഴ്നാട്ടുകാരനായ D. ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. 2010 ജൂലൈ 15 ഈ ചിഹ്നം നിലവിൽ വന്നത്. ചോദ്യം 3. ബാലവേല തടയുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ബാലവേല തടയുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 ബാലവേല തടയുന്ന ഭരണഘടനാ വകുപ്പ്. ചോദ്യം 4. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ചോദ്യം 5. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആര്? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ചോദ്യം 6. ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന UNOയുടെ ഏജൻസിയുടെ പേര്. ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന UNOയുടെ ഏജൻസി. അതിൻ്റെ ഉത്തരം യുനെസ്കോ. യുനെസ്കോയാണ് ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന UNOയുടെ ഏജൻസി. 7. വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റ് ഏത്? വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റ് ഏത്? അതിൻ്റെ ഉത്തരം കൂളോം. കൂളോംബാണ് വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റ്. COULOMB കൂളോം. ചോദ്യം 8. ലോക്സഭ രാജ്യസഭ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ലോക്സഭ രാജ്യസഭ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഉത്തരം ആർട്ടിക്കിൾ 108. ഉത്തരം ആർട്ടിക്കിൾ 108. ചോദ്യം 9. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. ചോദ്യം 10. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏത്? കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏത്? ഉത്തരം കായംകുളം. കായംകുളമാണ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം. അടുത്തത്, കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ. കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ. ഉത്തരം അൽഫോൻസ് കണ്ണന്താനം. അൽഫോൻസ് കണ്ണന്താനമാണ് കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ. അടുത്ത ചോദ്യം, ഏതു വർഷമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഏതു വർഷമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? അതിൻ്റെ ഉത്തരം 1975 ജൂൺ 25. 1975 ജൂൺ 25. അതുപോലെ 1977 മാർച്ച് 21 ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും ചെയ്തു. അടുത്തത്, രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്
രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? അടുത്തത് ഭാരതരത്നം ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരം. ഭാരതരത്നം ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരം. ഉത്തരം സച്ചിൻ തെണ്ടുൽക്കർ. 2013 സച്ചിൻ തെണ്ടുൽക്കറിനെ ഭാരതരത്നം ലഭിച്ചത്. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സി രാജഗോപാലാചാരി. എന്നാൽ കായിക താരം സച്ചിൻ തെണ്ടുൽക്കർ. അടുത്ത ചോദ്യം, കൊങ്കൺ റെയിൽവേയുടെ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണ്? കൊങ്കൺ റെയിൽവേയുടെ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണ്? 760 കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേയുടെ ദൈർഘ്യം. അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ പതാകയുടെ ചുവടെ കാണുന്ന നിറം ഏത്? നമ്മുടെ ദേശീയ പതാകയുടെ ചുവടെ കാണുന്ന നിറം. ഉത്തരം പച്ച. പച്ചയാണ് നമ്മുടെ ദേശീയ പതാകയുടെ ഏറ്റവും താഴെ കാണുന്ന നിറം. മുകളിൽ കുങ്കുമ നിറവും നടുക്ക് വെള്ളയും അതുപോലെ അശോക ചക്രത്തിൽ നീല നിറവുമാണ് ഉള്ളത്. അപ്പോൾ ചുവടെ കാണുന്ന നിറമാണ് പച്ച. അടുത്തത്, സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രവൃത്തരാകാനും ഉപദേശിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രവൃത്തരാകാനും ഉപദേശിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെ? ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെ? ഉത്തരം ബാരൻ ദ്വീപ്. ബാരൻ ദ്വീപിലാണ് ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം എവിടെ? ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഉത്തരം അമേരിക്ക. അമേരിക്കൻ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്തത്, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗയാണ്. ഗംഗയാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്, അതിൻ്റെ ഉത്തരം സാങ്പോ. സാങ്പോ എന്നാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഒഡീഷ. ഒഡീഷയിലാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി. അടുത്ത ചോദ്യം, തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്ന യഥാർത്ഥ നാമം ആരുടേതാണ്? തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്ന യഥാർത്ഥ നാമം ആരുടേതാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടേതാണ് തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്ന യഥാർത്ഥ പേര്. അടുത്ത ചോദ്യം, രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് നിയമത്തിലാണ്? അതിൻ്റെ ഉത്തരം നിർദ്ദേശക തത്വങ്ങളിലാണ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. അടുത്ത ചോദ്യം, സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ. സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ. ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത ചോദ്യം, ISRO രൂപീകൃതമായത് എന്ന്? ISRO രൂപീകൃതമായത് എന്ന്? 1969 ISRO രൂപീകരിച്ചത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സമരം. ഉത്തരം ചമ്പാരൻ സമരം. ചമ്പാരൻ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സമരം. അടുത്ത ചോദ്യം, വിദ്യാധിരാജ എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. വിദ്യാധിരാജ എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. അടുത്തത്, ഭൗമദിനം എന്നാണ്
ആചരിക്കുന്നത്? ഭൗമദിനം എന്നാണ് ആചരിക്കുന്നത്. ഏപ്രിൽ 22 ഏപ്രിൽ 22 ഭൗമദിനം ആചരിക്കുന്നത്. അതുപോലെ ഭൗമവർഷം ആചരിക്കുന്നത് 2008 ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം? ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം? ഉത്തരം ബംഗ്ലാദേശ്. ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം. അതുപോലെ ഇന്ത്യയുമായി 7 രാജ്യങ്ങളാണ് കര അതിർത്തി പങ്കിടുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇതിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയും ചെറിയത് ഭൂട്ടാനുമാണ്. അപ്പോൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതുപോലെ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്, ചെറിയത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യവും ബംഗ്ലാദേശാണ്. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതാ സാമൂഹിക പരിഷ്കർത്താവ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതാ സാമൂഹിക പരിഷ്കർത്താവ്? അതിൻ്റെ ഉത്തരം ആര്യ പള്ളം. ആര്യ പള്ളമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതാ സാമൂഹിക പരിഷ്കർത്താവ്. അടുത്തത്, ISROയുടെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം? ISROയുടെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം GSAT-11 ആണ്. ISRO നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം. ഇത് വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിൽ വെച്ചാണ്. അതുപോലെ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയത് GSAT-29 ആണ്. ഇത് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ചാണ്. അപ്പോൾ ISRO നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-11. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയത് GSAT-29 ആണ്. അതുപോലെ GSAT-7A ആണ് ഇന്ത്യയുടെ 35ാമത് വാർത്താവിനിമയ ഉപഗ്രഹം. അവസാനമായി വിക്ഷേപിച്ചിട്ടുള്ളത് ഇതാണ്, GSAT-7A. ഇന്ത്യയുടെ 35ാമത് വാർത്താവിനിമയ ഉപഗ്രഹമാണ് ഇത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര്? തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര്? അതുപോലെ ജോവൻ ഓഫ് ദി ആർക്ക് ഓഫ് കേരള, ജോവൻ ഓഫ് ദി ആർക്ക് ഓഫ് കേരള എന്നും ഇവരെ അറിയപ്പെടുന്നു. ഉത്തരം അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നത്. ജീവിതം ഒരു സമരം എന്നാണ് അവരുടെ ഓട്ടോബയോഗ്രഫിയുടെ പേര്. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷമേത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ഏത്? ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ഏത്? ആലപ്പുഴ. ആലപ്പുഴയാണ് ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല. ഈ അടുത്ത ചോദ്യം, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് എങ്ങനെ? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഗവേൺസ് എന്നാണ്. ഗവേൺസ് എന്നാണ് അതിൻ്റെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏത്? മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിനിൻ്റെ പേര് മേധ. മേധ എന്നാണ് ഈ ട്രെയിനിൻ്റെ പേര്. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം? സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് രാമകൃഷ്ണ മിഷൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം മൂലമറ്റം. മൂലമറ്റത്താണ് ഏറ്റവും ഭൂഗർഭ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കറൻസി ഇതര കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പിൻ്റെ പേര്? കറൻസി ഇതര കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പ്, അതിൻ്റെ ഉത്തരം ഇതാണ്, ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി എന്ന മൊബൈൽ ആപ്പാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. BIM എന്ന ചുരുക്കപ്പേരിലും ഇത് അറിയപ്പെടുന്നു, ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. വേല ചെയ്താൽ കൂലി വേണമെന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? വേല ചെയ്താൽ കൂലി വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? അതിൻ്റെ ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത്.
അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ. ഉത്തരം D.K. കാർവെ. D.K. കാർവെയാണ് ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് A.O. ഹ്യൂം സ്ഥാപിച്ച സംഘടനയുടെ പേര്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് A.O. ഹ്യൂം സ്ഥാപിച്ച സംഘടനയുടെ പേര്. ഉത്തരം ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ യൂണിയനാണ് നേരത്തെ അദ്ദേഹം സ്ഥാപിച്ചിരുന്നത്. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ ഏത്? ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ, അതിൻ്റെ ഉത്തരം അറബിക്കടൽ. അറബിക്കടലാണ് ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ. അടുത്ത ചോദ്യം, സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം, അതിൻ്റെ ഉത്തരം ലോകായുക്ത. ലോകായുക്തയാണ് ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? ഉത്തരം 250 രൂപ. ചോദ്യം ഇതാണ്, വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? ഉത്തരം 250 രൂപ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മത്സ്യസമ്പത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്താണ് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. അടുത്തത്, 3 വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം. 3 വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. ത്രിപുരയാണ് ഈ സംസ്ഥാനം. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അതുപോലെ, ടാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേര്. ടാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. ലൂണി എന്നാണ് ടാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22 ആണ്. അതുപോലെ, ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. 52 സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കുവാൻ എടുക്കുന്ന സമയം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് D.S. കോത്താരി. D.S. കോത്താരിയാണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം, പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായി മേത്ത. ബൽവന്ത് റായി മേത്തയാണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, കേരളത്തിൽ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. കേരളത്തിൽ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി. പ്രാചീന കാലത്തെ ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പെരിയാർ. പെരിയാറാണ് പ്രാചീന കാലത്തെ ചൂർണി എന്ന് അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. അടുത്ത ചോദ്യം, പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത്? പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത്? ഉത്തരം റഷ്യ. അടുത്ത ചോദ്യം, ദേശീയ ഗ്രാമ വികസന പദ്ധതി നടപ്പിലാക്കിയ വർഷം. ദേശീയ ഗ്രാമ വികസന പദ്ധതി നടപ്പിലാക്കിയ വർഷമാണ് 1980. അതുപോലെ, LIC സ്ഥാപിതമായ വർഷം 1956. അടുത്ത ചോദ്യം, മലബാർ കലാപത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആശാൻ രചിച്ച കാവ്യത്തിന്റെ പേരാണ് ദുരവസ്ഥ. മലബാർ കലാപത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. അടുത്ത ചോദ്യം, ജയഹിന്ദ് എന്ന മുദ്രാവാക്യം ജനങ്ങളിലെത്തിച്ച മഹാൻ. ജയഹിന്ദ് എന്ന മുദ്രാവാക്യം ജനങ്ങളിലെത്തിച്ച മഹാനാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ്
ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ജനങ്ങളിൽ എത്തിച്ചത്? അടുത്ത ചോദ്യം, തെണ്ടിവർഗം എന്ന കൃതി രചിച്ചത് ആര്? തെണ്ടിവർഗം എന്ന കൃതി രചിച്ചത്, ഇതിൻ്റെ ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ളയാണ് തെണ്ടിവർഗം എന്ന കൃതി രചിച്ചത്. അടുത്ത ചോദ്യം, ക്രയോജനിക് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ക്രയോജനിക് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? അതിൻ്റെ ഉത്തരം കുറഞ്ഞ ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്. അടുത്തത്, പേരിൻ്റെ കൂടെ മഹാത്മാ എന്ന് ചേർത്ത് വിളിച്ചിരുന്ന കേരളീയൻ. പേരിൻ്റെ കൂടെ മഹാത്മാ എന്ന് ചേർത്ത് വിളിച്ചിരുന്ന കേരളീയനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് പേരിൻ്റെ കൂടെ മഹാത്മാ എന്ന് ചേർത്ത് വിളിച്ചിരുന്നത്. അടുത്ത ചോദ്യം, കൊച്ചി മെട്രോയിൽ രാജ്യത്തെ എത്രാമത്തെ മെട്രോ റെയിൽ പദ്ധതിയാണ്? കൊച്ചി മെട്രോ രാജ്യത്തെ എത്രാമത്തെ റെയിൽ പദ്ധതിയാണ്? 8ാമത്തെ. ഇതിൻ്റെ ഉത്തരം ഇതാണ്, 8ാമത്തെ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം കൊല്ലേരു. കൊല്ലേരുവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ്.